So today it is about carnitine supplementation. കാർണിറ്റിൻ സപ്ലിമെൻറ്റേഷൻ നമ്മൾ എൽ കാർണിറ്റിൻ വേർഷൻ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. കാരണം അതാണ് ബയോ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫോം കാർണിറ്റിൻ്റെ. നാച്ചുറലി ഒക്കറിങ് ആയിട്ടുള്ള ഐസോമർ എൽ കാർണിറ്റിൻ ആണ്. കാർണിറ്റിൻ്റെ യൂട്ടിലിറ്റി നമ്മൾ മനസ്സിലാവണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ബോഡി ഫാറ്റ് മെറ്റബോളിസം. ബോഡി ഫാറ്റ് ട്രൈഗ്ലിസറൈഡ് ഫോർമാറ്റിലാണ് സെല്ലുകളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ബോഡി ഫാറ്റ് ലോസ് നടക്കണം എന്നുണ്ടെങ്കിൽ ഈ ട്രൈഗ്ലിസറൈഡ് നമ്മൾ ഗ്ലിസറോൾ മോളിക്യൂളും ഫ്രീ ഫാറ്റി ആസിഡ്സ് ആയിട്ട് മാറ്റണം. ഈ പ്രോസസ്സ് ഇത്രയും സിമ്പിൾ അല്ല, ഞാൻ ഭയങ്കര സിമ്പിളായിട്ടുള്ള കാണിച്ചിട്ടുള്ള ഒരുപാട് എൻസൈംസ് ഇൻവോൾവ് ആണ്, കുറച്ചുകൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇങ്ങനെ ഗ്ലിസറോൾ മോളിക്യൂളും ഫ്രീ ഫാറ്റി ആസിഡ്സും ആയി മാറിയതിന് ശേഷം ഫാറ്റി ആസിഡ്സ് എസൈൽ കോഎൻസൈം എ ആയിട്ട് മാറും. എസൈൽ കോഎൻസൈം എയിൽ ബീറ്റ കാർബണിൽ, അതായത് റൈറ്റ് സൈഡിൽ നിന്ന് മൂന്നാമത്തെ കാർബണിൽ ഓക്സിഡേഷൻ നടക്കും. ഇതിനാണ് ബീറ്റ ഓക്സിഡേഷൻ എന്നൊക്കെ ആൾക്കാർ പറയുന്നത് കേട്ടിട്ടുണ്ടാവും. അവിടെ ഒരു അഡീഷണൽ ഓക്സിജൻ ആറ്റം വരാണ്, ഒരു കാർബണിൽ ഗ്രൂപ്പ് വരാണ്. അതിനുശേഷം ഈ ബീറ്റ കാർബണും ആൽഫ കാർബണും തമ്മിലുള്ള ബോണ്ട് ബ്രേക്ക് ആയിട്ട് ഒരു എസൈൽ കോഎൻസൈം എയും അതുപോലെ ഒരു എസറ്റൈൽ കോഎൻസൈം എയും വരും. ഈ എസറ്റൈൽ കോഎൻസൈം എ ടി പി പ്രൊഡക്ഷനെ യൂട്ടിലൈസ് ചെയ്യാണ് ബോഡി. അങ്ങനെയാണ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി ഈ എൻറ്റയർ പ്രോസസ്സിൽ ഈ കോളത്തിൽ ഇട്ടേക്കണ ഭാഗം ഇറ്റ് ഹാപ്പൻസ് ഇൻസൈഡ് ദ മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സ്. ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിലാണ് അത് നടക്കുന്നത്. സോ നമ്മുടെ ഫ്രീ ഫാറ്റി ആസിഡ്സ് എസൈൽ കോഎൻസൈം എ ആയതിന് ശേഷം ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഈ രണ്ട് മെംബ്രെയിൻ ക്രോസ് ചെയ്യണം. ഈ രണ്ട് മെംബ്രെയിൻ ക്രോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇറ്റ് ഹാസ് ടു കമ്പൈൻ വിത്ത് കാർണിറ്റിൻ ടു ഫോം എസൈൽ കാർണിറ്റിൻ. ഈ എസൈൽ കാർണിറ്റിനാണ് ഈ രണ്ട് മെംബ്രെയിൻ ക്രോസ് ചെയ്തിട്ട് ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിലേക്ക് എത്താൻ പറ്റുള്ളൂ. അവിടെ എത്തിയതിന് ശേഷം ഈ എസൈൽ കാർണിറ്റിൻ തിരിച്ച് എസൈൽ കോഎൻസൈം എ ആയിട്ട് മാറും. എന്നിട്ട് ബീറ്റ ഓക്സിഡേഷൻ നടക്കും, എന്നിട്ട് എനർജി പ്രൊഡക്ഷൻ നടക്കും, നേരത്തെ പറഞ്ഞ പോലെ. സോ കാർണിറ്റിൻ ഇവിടെ ഒരു ട്രാൻസ്പോർട്ടറിൻ്റെ റോളാണ് കാണിക്കുന്നത്. അതായത് ഫാറ്റി ആസിഡ്സിനെ ഇന്നർ മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിലേക്ക് എത്തിക്കാനുള്ളൊരു കമ്പൗണ്ട് ആയിട്ടാണ് കാർണിറ്റിനെ കാണിച്ചിരിക്കുന്നത്. സോ കൂടുതൽ കാർണിറ്റിൻ നമ്മുടെ ബോഡിയിൽ ഉണ്ടെങ്കിൽ കൂടുതൽ ഫാറ്റി ആസിഡ്സിനെ ബീറ്റ ഓക്സിഡേഷന് വേണ്ടി മൈറ്റോകോൺഡ്രിയൽ മെട്രിക്സിലേക്ക് എത്തിക്കാൻ പറ്റില്ലേ? ഇതാണ് ഈ സപ്ലിമെൻറ്റിൻ്റെ പുറകിലുള്ള എൻറ്റയർ തിയറി. ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യണമെന്നാണ് യൂഷ്വലി കമ്പനീസും എല്ലാവരും ഓൺലൈനുള്ള ആർട്ടിക്കിൾസൊക്കെ അവകാശപ്പെടുന്നത്. ബട്ട് ദർ ഇസ് എ കാച്ച്. ബോഡിക്ക് ട്രൈഗ്ലിസറൈഡ്സിൽ ചെന്നിട്ട് ഫാറ്റി ആസിഡ്സ് ഒബ്റ്റെയിൻ ചെയ്യണമെങ്കിൽ ഒരു റീസൺ വേണം. ഒരു എനർജി ഡെഫിസിറ്റിലാണെങ്കിൽ മാത്രമേ ബോഡിക്ക് ഒരു ആവശ്യമുള്ളൂ. അതായത് ട്രൈഗ്ലിസറൈഡിൽ ചെന്നിട്ട് ഫാറ്റി ആസിഡ്സ് എനർജി പ്രൊഡക്ഷന് യൂട്ടിലൈസ് ചെയ്യണമെങ്കിൽ. സോ ദർ ഷുഡ് ബി എ നീഡ്. അൺലെസ് നിങ്ങളൊരു ഡെഫിസിറ്റിലല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സപ്ലിമെൻറ്റിൽ നിന്ന് എന്തെങ്കിലും ബെനിഫിറ്റ് വരാനിരിക്കുന്നുണ്ടെങ്കിൽ അതൊന്നും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. കാരണം ബോഡിക്ക് ഒരു റീസൺ വേണം ബോഡി ഫാറ്റിലേക്ക് ടാപ്പ് ഇൻ ചെയ്യാനായിട്ട്, എനർജി പ്രൊഡക്ഷൻ. ആ എനർജി പ്രൊഡക്ഷൻ, ആ രണ്ടാമത്തെ പാർട്ട് ഇക്വേഷൻ്റെ അവിടെയാണ് ഈ കാർണിറ്റിൻ എന്തെങ്കിലും ഹെൽപ്പ് തരുന്നുണ്ടെങ്കിൽ തരുള്ളൂ. ഇനി കാർണിറ്റിനെ പറ്റിയിട്ടുള്ള കുറച്ച് ഫാക്ട്സ്. കാർണിറ്റിൻ്റെ ഓറൽ വേർഷൻ്റെ ബയോ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. ലൈക്ക് 10 to 20% ഒക്കെയാണ് അബ്സോർബ്ഡ് ആവുള്ളൂ ഇൻജസ്റ്റഡ് ആയിട്ടുള്ള വേർഷൻ്റെ. കാരണം ആ കമ്പൗണ്ടിൻ്റെ ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള നേച്ചർ കാരണമാണെന്നാണ് പറയപ്പെടുന്നത്. ഇത് കാരണം റീസെൻ്റ് ആയിട്ട് ഒരുപാട് ടിക്ടോക്കേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ ഇൻജക്റ്റബിൾ എൽ കാർണിറ്റിൻ പ്രൊമോട്ട് ചെയ്യേണ്ടത്. അതായത് ഡയറക്റ്റ് ബ്ലഡ് സ്ട്രീമിലേക്ക് എൽ കാർണിറ്റിൻ ഇൻജക്റ്റ് ചെയ്യുന്നത് ഇൻട്രാവീനസ് ആയിട്ടുള്ള വേർഷൻ. ബയോ അവൈലബിലിറ്റി ഓറൽ വേർഷൻ്റെ കുറഞ്ഞു പോയത് കൊണ്ടാണെന്നാണ് അവരുടെ വാദം. വാട്ട് ആർ മൈ തോട്ട്സ് ഓൺ എൽ കാർണിറ്റിൻ സപ്ലിമെൻറ്റേഷൻ? ഇസ് ഇറ്റ് എ യെസ് ഓർ നോ? ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് വർത്ത് സ്പെൻഡിങ് മണി ഓൺ. ഇത്രയും പൈസ കൊടുക്കുന്നതിനുള്ള ബെനിഫിറ്റ് എൽ കാർണിറ്റിൻ ഓഫർ ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് തോന്നണില്ല.